അവൻ്റെ കയ്യിൽ തട്ടിയതൊക്കെ. സാറിന് ചോദിച്ചില്ല സാറേ, ഇപ്പൊ ഇമ്മാനുവലില്ലേ, അവനെന്താ പറ്റിയത്? സാറേ, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ? 10 വർഷങ്ങൾക്ക് മുന്നേ കൊച്ചിയിൽ ഒരു ബിലീസ് ഉണ്ടായിരുന്നു. അന്ന് കൊച്ചിയിൽ എന്ത് ഇല്ലീഗൽ ബിസിനസ് നടന്നാലും അത് ഈ ബിലീസിൻ്റെ അണ്ടറിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബിലീസ് ഒരു ഊമയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡീലിങ്സ് എല്ലാം നടത്തിയിരുന്നത് ഒരു തലതെറിച്ചവനായിരുന്നു. ഒരു ദിവസം ഈ ബിലീസിനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഇമ്മാനുവലിൻ്റെ ചേട്ടനായ ഗബ്രിയേൽ മുന്നോട്ട് വന്നു. അന്ന് പക്ഷേ ഈ ബിലീസിന് എല്ലായിടത്തും ഈ പിടിപാടുണ്ടായിരുന്നത് കൊണ്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പറ്റി. ഇറങ്ങി അന്ന് തന്നെ അവൻ ഗബ്രിയേലിൻ്റെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്ന ടാറ്റു അവൻ്റെ ഗ്യാങ്ങിന് ഫോണിൽ കാണിച്ചു കൊടുത്തു. എന്നാൽ അവിടെ അവർക്കൊരു പിഴവ് പറ്റി. പക്ഷെ അവർക്കറിയത്തില്ലായിരുന്നു ഗബ്രിയേലിൻ്റെയും അവൻ്റെ അനിയനായ ഇമ്മാനുവലിൻ്റെയും കയ്യിലുണ്ടായിരുന്നത് ഒരേ ടാറ്റു ആണെന്നുള്ള കാര്യം. ഗബ്രിയേൽ ഈ സംഭവം അറിഞ്ഞ് പകവീട്ടാനായി അവൻ്റെ താവളത്തിലെത്തി. അന്ന് 2 സംഭവങ്ങളാണ് നടന്നത്. ഒന്ന് ഇമ്മാനുവേലിന് അവൻ്റെ കൈയും, പിന്നെ